ഈശോയും സഹോദരൻ സൈമണും രമ്യതയിലെത്തുന്നു. അൽഫേസിൻ്റെ ഭാര്യ മേരിയുടെ വീട്ടിൽ. 1945 ഫെബ്രുവരി 12. വളരെ പ്രകാശമുള്ള ചുവപ്പ് വർണ്ണം പകർന്നുകൊണ്ട് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. കെടാൻ പോകുന്ന തീയുടെ ശോഭ. ആകാശത്തിൻ്റെ നിറം കൂടി വന്ന് ചുവപ്പും വയലറ്റും കലർന്ന നിറമായിട്ടുണ്ട്. സാധാരണ കാണാത്ത മനോഹരമായ വർണ്ണം. പടിഞ്ഞാറൻ ആകാശം മുഴുവൻ ഈ നിറം. സാവകാശത്തിൽ അത് മങ്ങിപ്പോകുന്നു. കിഴക്ക് നക്ഷത്രങ്ങളും ചന്ദ്രകലയും പ്രത്യക്ഷപ്പെടുന്നു. കൃഷിക്കാർ വീടുകളിലേക്ക് വേഗത്തിൽ പോകുന്നു. നസ്രസിലെ ചെറുഭവനങ്ങളിൽ നിന്ന് പുകച്ചുരുളുകൾ ഉയരുന്നു. എല്ലാവരും തീ കത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പലരുടെയും അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായി ഈശോ പട്ടണത്തിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. ആരും അമ്മയുടെ പക്കൽ പോയി വിവരം പറയരുത് എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നേരത്തെ പോയി പറഞ്ഞ് അമ്മയെ വിഷമിപ്പിക്കുന്നത് എന്തിന്? ഈശോ പറയുന്നു. ഇപ്പോൾ വഴിയിലിറങ്ങി നടക്കുകയാണ്. ചിലരെല്ലാം അഭിവാദ്യം ചെയ്യുന്നു, ചിലർ പിന്നിൽ പിറുപിറുക്കുന്നു. വേറെ ചിലരാകട്ടെ ധിക്കാരമായി പുറംതിരിഞ്ഞു കളയുകയും അപ്പസ്തോല സംഘം കടന്നു പോകുമ്പോൾ വാതിൽ കൊട്ടിയടുക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം പത്രോസ് ആവർത്തിച്ച് അഭിനയിക്കുന്നു. വളരെ നന്നായിട്ടുള്ള പ്രകടനം. എല്ലാവർക്കും ഉത്കണ്ഠയുണ്ട്. അൽഫേസിൻ്റെ പുത്രന്മാർ രണ്ടുപേരും രണ്ട് കുറ്റവാളികളെ പോലെയുണ്ട്. അവർ ഈശോയോട് ചേർന്ന് നടക്കുന്നു. തല താഴ്ത്തിയാണ് നടക്കുന്നതെങ്കിലും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിസ്മയത്തോടെ പരസ്പരം നോക്കുന്നു. ഈശോയെക്കുറിച്ച് അവർക്ക് ആകുല ചിന്തയുണ്ട്. ഗുരു ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത വിധം അഭിവാദനം ചെയ്യുന്നവർക്ക് പ്രത്യഭിവാദനം നൽകുകയും കുട്ടികളെ ആശ്ലേഷിക്കാൻ ഇടയ്ക്ക് കുനിയുകയും ചെയ്യുന്നു. കുട്ടികൾ അവരുടെ നിർമ്മലമായ മനസ്സു നിമിത്തം ആരുടെയും ഭാഗം പിടിക്കുന്നില്ല. അവരോടെപ്പോഴും വളരെ വാത്സല്യത്തോടെ പെരുമാറുന്ന ഈശോയുടെ സ്നേഹിതരാണവർ. അവരിലൊരു കുട്ടി മിടുമിടുക്കാൻ ഏകദേശം 4 വയസ്സ് കാണും. അമ്മയുടെ വസ്ത്രത്തിൽ നിന്ന് പിടിവിട്ട ഓടി ഈശോയുടെ അടുത്ത് ചെന്ന് കൈകൾ രണ്ടും നീട്ടിക്കൊണ്ട് എന്നെ എടുത്തോ എന്ന് പറയുന്നു. ഈശോ അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അവനെ എടുത്തു. അത്തിപ്പഴം തിന്നുന്നതിൻ്റെ ചാറ് ഒഴിച്ചു കൊണ്ടിരുന്ന ചുണ്ടുകൾ കൊണ്ട് അവൻ ഈശോയെ ചുംബിച്ചിട്ട് അത്തിപ്പഴത്തിൻ്റെ ഒരു കഷ്ണം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് പറയുന്നു, ഇത് തിന്നോ, ഇത് നല്ലതാ. അവൻ്റെ സമ്മാനം ഈശോ സ്വീകരിക്കുകയും തന്നെ അത് തീറ്റുവാനുള്ള അവൻ്റെ ഉത്സാഹം കണ്ട് പുഞ്ചിരി തൂകുകയും ചെയ്യുന്നു. അരുവിയിൽ നിന്നും കുറേ പാത്രങ്ങൾ നിറയെ വെള്ളവുമായി ഐസക് വരുന്നു. ഈശോയെ കണ്ടയുടനെ പാത്രങ്ങൾ നിലത്ത് വെച്ചിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, ഓ എൻ്റെ കർത്താവേ. ഓടി വന്ന് പറയുന്നു, അമ്മ സഹോദരിയുടെ വീട്ടിലായിരുന്നു, ഇപ്പോൾ തിരിച്ചു പോയിരിക്കുകയാണ്. കത്ത് കൊടുത്തയച്ചിരുന്നത് കിട്ടിയോ? അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. അമ്മയോട് ഇപ്പോൾ ഒന്നും പറയണ്ട. ആദ്യം ഞാൻ അൽഫേസിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. നല്ല വകതിരിവുള്ള ഐസക് അത്രയും മാത്രം പറയുന്നു, ഞാൻ അങ്ങേ അനുസരിച്ചു കൊള്ളാം. പാത്രങ്ങളും എടുത്ത് വീട്ടിലേക്ക് പോകുന്നു. നമ്മൾ പോവുകയാണ്. എൻ്റെ സ്നേഹിതരായ നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കൂ. ഞാൻ അധികം താമസിക്കുകയില്ല, തീർച്ചയായുമില്ല. വിലപിക്കുന്ന ആ വീട്ടിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നില്ല. എന്നാൽ ഞങ്ങൾ വെളിയിൽ എവിടെയെങ്കിലും നിന്നുകൊള്ളാം. അതിന് കുഴപ്പമില്ലല്ലോ, പത്രോസ് പറയുന്നു. പത്രോസ് പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ വഴിയിൽ നിന്നുകൊള്ളാം. എന്നാൽ അങ്ങയുടെ അടുത്തായിരിക്കണം. ഈശോ അവരുടെ ആഗ്രഹത്തിന് വഴങ്ങുന്നു. എന്നാൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറയുന്നു, അവർ എനിക്കൊരു ഉപദ്രവവും ചെയ്യുകയില്ല എന്ന് വിശ്വസിക്കൂ. അവർ ചീത്തയാളുകളല്ല, മാനുഷികമായി വികാരഭരിതരാണെന്ന് മാത്രം. നമുക്ക് പോകാം. അവരെല്ലാവരെയും വഴിയിലും പിന്നീട് അടുക്കളത്തോട്ടത്തിലേക്കുമുള്ള പ്രവേശന കവാടത്തിലും ഞാൻ കാണുന്നു. ഈശോ മുൻപ് നടക്കുന്നു. യൂദായും ജെയിംസും തൊട്ടുപുറകിലുണ്ട്. ഈശോ അടുക്കളയുടെ വാതിൽക്കലെത്തി. അകത്ത് അടുപ്പിനരികിൽ അൽഫേസിൻ്റെ ഭാര്യ മേരി ഭക്ഷണം പാകം ചെയ്യുകയും കരയുകയും ചെയ്യുന്നു. ഒരു മൂലയിൽ സൈമണും ജോസഫും ഏതാനും പുരുഷന്മാരും ഇരിക്കുന്നു. അവരുടെ കൂടെ സാറായുടെ ഭർത്താവ് അൽഫേസുമുണ്ട്. പ്രതിമകളെ പോലെ നിശ്ചലരായി നിശബ്ദരായിട്ടാണ് അവർ ഇരിക്കുന്നത്. അത് അവരുടെ രീതിയാണെന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞുകൂടാ. ഈ ഭവനത്തിന് സമാധാനം. ഈ ഭവനത്തിൽ നിന്നും വേർപിരിഞ്ഞ ആത്മാവിനും സമാധാനം. വിധവ മേരി ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ഈശോയെ പിറകിലേക്ക് തള്ളി മാറ്റുന്നത് പോലെ ഈശോയുടെ മുന്നിലും മറ്റുള്ളവരുടെ എതിരെയും കയറി നിൽക്കുന്നു. സൈമണും ജോസഫും എഴുന്നേൽക്കുന്നു. എന്നാൽ വിഷാദവും നീരസവും കാണിക്കുകയാണ്. അവരുടെ എതിർപ്പ് മനസ്സിലാക്കാത്തതുപോലെ ഈശോ അവരുടെ അടുത്തേക്ക് ചെന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന മട്ടിൽ കൈകൾ നീട്ടുന്നു. സൈമണ് ഒരു 50 വയസ്സ് തോന്നിക്കും. സഹോദരന്മാർ രണ്ടും കൂടുതൽ നീരസം കാണിക്കുന്നു.
എന്നാൽ ധിക്കാരമൊന്നും കാട്ടുന്നില്ല. സാറായുടെ ഭർത്താവ് അൽഫേഴ്സ് വലിയ സംഭ്രമത്തിലാണ്. അയാൾ വല്ലാതെ വേദനിക്കുന്നു. മറ്റുള്ള പുരുഷന്മാർ നിർഭീകരമായി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണാൻ കാത്തിരിക്കുകയാണ്. സൈമൺ, കുടുംബത്തിൻ്റെ തലവൻ ഇപ്പോൾ നീയാണല്ലോ. എന്തുകൊണ്ടാണ് എന്നെ സ്വീകരിക്കാത്തത്? നിങ്ങളോടുകൂടെ വിലപിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ദുഃഖത്തിൻ്റെ വേളയിൽ നിങ്ങളോടൊത്തുണ്ടായിരിക്കാൻ ഞാൻ എന്താഗ്രഹിച്ചു. എന്നാൽ എൻ്റെ കുറ്റം കൊണ്ടല്ല, ഞാൻ വളരെ ദൂരെയായിരുന്നു. നീ നീതിമാനായ മനുഷ്യനാണല്ലോ സൈമൺ, നീ അത് അംഗീകരിക്കണം. അയാൾ നിസ്സംഗത തന്നെ കാണിക്കുന്നു. ജോസഫേ, നിന്റെ പേര് എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് അറിയാമല്ലോ. നീയും എൻ്റെ ചുംബനം സ്വീകരിക്കാത്തത് എന്തുകൊണ്ട്? നിങ്ങളോടൊപ്പം വിലപിക്കാൻ എന്നെ അനുവദിക്കുകയില്ലേ? യഥാർത്ഥ സ്നേഹത്തെ മരണം യോജിപ്പിക്കുന്നു. നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നു. എന്നിട്ടിപ്പോൾ എന്തുകൊണ്ട് ഭിന്നത? നീ നിമിത്തമാണ് എൻ്റെ അപ്പൻ വിഷമിച്ച് മരിച്ചത്, ജോസഫ് പരുഷമായി പറയുന്നു. സൈമൺ പറയുന്നു, നീ ഇവിടെ ഉണ്ടായിരിക്കണമായിരുന്നു. അപ്പൻ മരിക്കണമെന്ന് അറിയാമായിരുന്നുവല്ലോ. എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കാതിരുന്നത്? അപ്പൻ നിന്നെ അന്വേഷിച്ചു. ഞാൻ ചെയ്തു കഴിഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാനില്ലായിരുന്നു. അത് നിനക്കറിയുകയും ചെയ്യാം. കുറെ കൂടി നീതിബോധമുള്ള സൈമൺ പറയുന്നു, അത് ശരിയാണ്, നീ വന്നു. പക്ഷെ അവൻ നിന്നെ പറഞ്ഞു വിട്ടു കളഞ്ഞു. എനിക്കതറിയാം. എന്നാൽ അപ്പന് സുഖമില്ലായിരുന്നു, മനസ്സിന് ദൗർബല്യമായിരുന്നു. എനിക്കറിയാം. ഞാനത് നിന്റെ അമ്മയോടും സഹോദരന്മാരോടും പറഞ്ഞു. എനിക്ക് അവനോട് ഒരു പിണക്കവുമില്ല, കാരണം അവൻ്റെ ഹൃദയം കാണുന്നു. എന്നാൽ ദൈവം എല്ലാവർക്കും ഉപരിയായുള്ളവനാണ്. ഈ ദുഃഖം എല്ലാവർക്കും വേണ്ടതാണെന്ന് ദൈവം നിശ്ചയിച്ചു. എന്നെ വിശ്വസിക്കൂ. എൻ്റെ ശരീരത്തിൽ നിന്നൊരു കഷ്ണം മാംസം പറിച്ചെടുത്താൽ എന്ന പോലെയുള്ള വേദനയുണ്ടായിരുന്നു നിങ്ങളുടെ അപ്പന്. കാരണം ഒരു വലിയ സത്യം അപ്പനിൽ നിന്നും ഗ്രഹിച്ചു. ഈ സത്യം ജീവിതകാലം മുഴുവൻ അപ്പന് അവ്യക്തമായിരുന്നു. നിങ്ങൾക്ക് ഒരു കാളക്കുട്ടനെ ബലിയർപ്പിക്കുന്നതിനേക്കാൾ അഭികാമ്യമായ ഒരു ബലിയർപ്പിക്കാൻ അവസരം തന്നു. ജെയിംസിനും യൂദാസിനും നിങ്ങളെപ്പോലെ അവർക്കും ഏറ്റവും വലിയ ഭാരം ഒരു തിരിക്കല്ല് പോലെ അത് അവരെ ഞെരിക്കുന്നു. എന്നാൽ ദൈവതൃക്കണ്ണോളിൽ അവർ പൂർണ്ണ വയസ്സിലെത്തിയവരും പക്വത വന്നവരുമായി. എന്ത് സത്യമാണ് എൻ്റെ അപ്പൻ കണ്ടത്? ഒന്ന് മാത്രം. അതായത് സ്വന്തം രക്തം ഈ അവസാന മണിക്കൂറിലും വിരോധം പുലർത്തി എന്നുള്ളത്. ജോസഫ് പരുഷമായിരുന്നു. അല്ല, അരുചി രക്തത്തിന് മീതെയാണ് എന്ന് മനസ്സിലാക്കി. എബ്രഹാത്തിൻ്റെ വേദന അവന് മനസ്സിലായി. അതിനാൽ അബ്രഹാം അവനെ സഹായിച്ചു. ഈശോ മറുപടി പറഞ്ഞു, അങ്ങനെയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആർക്കാണ് തീർച്ച പറയാൻ കഴിയുക? സൈമൺ, എനിക്ക് കഴിയും. എന്നാൽ നിന്റെ പിതാവിൻ്റെ മരണം തന്നെ അത് പറയുന്നു. അപ്പൻ എന്നെ അന്വേഷിച്ചില്ലേ? നീ അങ്ങനെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, അത് സത്യമാണ്. അപ്പൻ ഈശോയെ അന്വേഷിച്ചു. പല പ്രാവശ്യം പറയുമായിരുന്നു, കുറഞ്ഞപക്ഷം എൻ്റെ ആത്മാവ് മരിക്കാതിരിക്കും. അവനത് ചെയ്യാൻ കഴിയും. ഞാൻ അവന് വേണ്ടെന്ന് വെച്ചു, പറഞ്ഞയച്ചു. ഇനി അവൻ വരികയില്ല. ഓ ഈശോ ഇല്ലാതെ മരിക്കുക! എത്ര ദുഷ്ടനായ മനുഷ്യനാണ് നീ! എന്തുകൊണ്ടാണ് ഞാൻ അവനെ നിരസിച്ചത്? അതെ, അതാണ് അവൻ പറഞ്ഞത്. അവൻ പിന്നെയും പറയുമായിരുന്നു, പല പ്രാവശ്യം ഈശോ എന്നോട് ചോദിച്ചതാണ്. ഞാൻ തന്നെ അവനെ നിരസിച്ചു. ഇനി അവൻ വരികയേയില്ല. അവൻ നിന്നെ അന്വേഷിച്ചു. നിന്റെ അമ്മ നിന്നെ അന്വേഷിച്ച് ആളയച്ചു. പക്ഷെ അവർക്ക് കഫർനാമിൽ നിന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവൻ വളരെ കരഞ്ഞു. അവസാനം ശേഷിച്ച അല്പം ശക്തി ഉപയോഗിച്ച് നിന്റെ അമ്മയുടെ കരം പിടിച്ചു കൊണ്ടിരുന്നു. അവൾ അരികിൽ തന്നെ വേണമായിരുന്നു. സംസാരിക്കാൻ ശക്തിയില്ലായിരുന്നു. എന്നിട്ടും അപ്പൻ പറഞ്ഞു, അമ്മ ഒരു തരത്തിൽ മകനാണ്. ഞാൻ അവളെ അടുത്തു നിർത്തുന്നത് അവൻ്റെ അല്പം എനിക്ക് കിട്ടാനാണ്. കാരണം മരണത്തെ എനിക്ക് പേടിയാകുന്നു. പാവം അപ്പൻ. തുടർന്ന് പൗരസ്ത്യയുടെ രീതിയിലുള്ള കരച്ചിലും പ്രലാപവുമാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കുന്നു. ജെയിംസും യൂദാസും അകത്തു വന്നിട്ടുണ്ട്. അവരും പങ്കെടുക്കുന്നു. ഈശോ കരയിക്കുക മാത്രം ചെയ്യുന്നു. നീ കണ്ണീർ പൊഴിക്കുന്നല്ലോ. നീ അവനെ സ്നേഹിച്ചു അല്ലേ? സൈമൺ ചോദിക്കുന്നു. ഓ സൈമൺ, എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചോദിക്കുന്നത്? എനിക്കത് ഒഴിവാക്കാമായിരുന്നെങ്കിൽ അവൻ സഹിക്കാൻ ഞാൻ സമ്മതിക്കുമായിരുന്നു എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഞാൻ പിതാവിനോട് കൂടെയാണ്, എന്നാൽ പിതാവിനേക്കാൾ മേലെയല്ല. മരിക്കുന്നവരെ നീ സുഖപ്പെടുത്തുന്നു, എന്നാൽ അപ്പനെ നീ സുഖപ്പെടുത്തിയില്ല. ജോസഫ് അനിഷ്ടത്തോടെ സംസാരിക്കുന്നു. അവൻ എന്നിൽ വിശ്വസിച്ചില്ല. അത് ശരിയാണ് ജോസഫെ, സഹോദരൻ സൈമൺ ചൂണ്ടിക്കാണിക്കുന്നു. അവൻ വിശ്വസിച്ചില്ല. അവൻ്റെ അനിഷ്ടം മാറ്റിയുമില്ല. വിശ്വാസമില്ലാത്തടത്ത് വിരോധം വെച്ചുകൊണ്ടിരിക്കുന്നിടത്തും എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ സഹോദരന്മാരെ വെറുക്കരുത്. അവരിതാ ഇവിടെയുണ്ട്.
നിങ്ങളുടെ വിരോധം കൊണ്ട് അവരുടെ പീഡനം വലുതാക്കരുത്. നിങ്ങളുടെ അമ്മയെ ഈ വിരോധം പിച്ചു ചിന്തുകയാണ്. മരണം അതിൽ തന്നെ അവസാനിക്കുന്നു, വിരോധം നീണ്ടു നിൽക്കുന്നു. അപ്പൻ്റെ കാര്യത്തിലാണെങ്കിൽ അവൻ്റെ അവസാനം സമാധാനത്തിലായിരുന്നു. കാരണം എന്നെ വേണമെന്നുണ്ടായ ആഗ്രഹം ദൈവത്തിൽ നിന്നും പാപപ്പൊറുതി നേടിക്കൊടുത്തു. എന്നെക്കുറിച്ചല്ലോ എനിക്കത് എന്തെങ്കിലും വേണ്ടിയിട്ടുമല്ല ഞാനിത് പറയുന്നത്. ഞാൻ ലോകത്തിലാണ്, എന്നാൽ ഞാൻ ലോകത്തിൽ നിന്നുള്ളവനല്ല. ലോകം എന്നെ നിരാകരിക്കുന്നതിന് പരിഹാരം നൽകുവാൻ എന്നിലുള്ളതിന് കഴിയും. എൻ്റെ മനുഷ്യത്വ നിമിത്തം ഞാൻ സഹിക്കുന്നു, എന്നാൽ എൻ്റെ മനുഷ്യത്വം നിമിത്തം ഞാൻ സഹിക്കുന്നു. എന്നാൽ എൻ്റെ അരൂപിയെ ഞാൻ ഭൗമികമായതിൽ നിന്ന് ഉയർത്തുന്നു. അപ്പോൾ സ്വർഗീയമായവയിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്നാൽ അവർ സ്നേഹത്തിൻ്റെയും രക്തബന്ധത്തിൻ്റെയും നിയമം ലംഘിക്കാതിരിക്കൂ. തമ്മിൽ സ്നേഹിക്കൂ. ജെയിംസിനും യൂദാസിനും അവരുടെ രക്തത്തോട് ഒരു പിണക്കവുമില്ല. എന്നാൽ ഉണ്ടെന്ന് വെച്ചാൽ തന്നെ നിങ്ങൾ ക്ഷമിക്കണം. ശരിയായ രീതിയിൽ കാര്യങ്ങൾ വീക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും വിഷമിച്ചിരിക്കുന്നത് അവരാണെന്ന് മനസ്സിലാകും. ദൈവത്താൽ ആകൃഷ്ടരായിരിക്കുന്ന അവരുടെ ആത്മാക്കളുടെ ആവശ്യം നിങ്ങൾ മനസ്സിലാക്കുന്നതേയില്ല. എന്നാൽ തന്നെയും അവർക്കൊരു പിണക്കവുമില്ല. സ്നേഹിക്കണമെന്ന് ഒരാഗ്രഹമേയുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, കസിൻസ്, ഇത് ശരിയല്ലേ? അമ്മ മുറുകെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന അവർ കരച്ചിലിനിടയിൽ തലകുലുക്കി സമ്മതിക്കുന്നു. സൈമൺ, നീയാണ് പ്രായം ഏറ്റവും കൂടിയ ആൾ. നീ മാതൃകയായിരിക്കണം. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ലോകം, എന്നാൽ നീ ഓ ലോകം. അതോരോ പ്രഭാതത്തിലും ഓരോ തരത്തിൽ മാറുകയും മറക്കുകയും എല്ലാം ചെയ്യുന്നു. ഞാൻ വരൂ. സഹോദരൻ്റെ ചുംബനം എനിക്ക് തരൂ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അത് നിനക്കറിയാം. നിന്റേതല്ലാത്തതും നിന്നെ കഠിനഹൃദയനാക്കുന്നതുമായ ആ കവചങ്ങളെല്ലാം ഊരിക്കളയൂ. നിന്നെപ്പോലെ നീതിനിഷ്ഠയില്ലാത്ത അപരിചിതർ നിന്റെ മേൽ കെട്ടിയേൽപ്പിച്ചിരിക്കുന്നതാണവ. സത്യസന്ധതയുള്ള ഹൃദയത്തോടെ വിധിക്കൂ. സൈമൺ എപ്പോഴും അല്പസ്വല്പം അടിയോടെയാണെങ്കിലും കരങ്ങൾ ഈശോയുടെ നേർക്ക് നീട്ടുന്നു. ഈശോ അവനെ ചുംബിക്കുകയും മറ്റുള്ള സഹോദരന്മാരുടെ അടുത്തേക്ക് നയിക്കുകയും ചെയ്യുകയാണ്. അവർ പരസ്പരം ചുംബിക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു. ഇനി നിന്റെ ഊഴമാണ് ജോസഫ്. അരുത്, എന്നെ നിർബന്ധിക്കരുത്. എൻ്റെ അപ്പൻ്റെ വേദന ഞാൻ ഓർക്കുന്നു. യഥാർത്ഥത്തിൽ ഈ പിണക്കം വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ വേദന നീ നിലനിർത്തുകയാണ് ചെയ്യുക. അത് സാരമില്ല, ഞാൻ വിശ്വസ്തനാണല്ലോ. ഈശോ നിർബന്ധിക്കുന്നില്ല. സൈമണോട് സംസാരിക്കുന്നു. നേരം കുറേ സന്ധ്യയായി. എന്നാലും നിനക്ക് പ്രയാസമില്ലെങ്കിൽ അവൻ്റെ കുഴിമാടം സന്ദർശിച്ച് അവനെ വണങ്ങുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ എത്രയധികം ആഗ്രഹിക്കുന്നു. അൽഫേഴ്സ് എവിടെയാണ് അവനെ നിങ്ങൾ സംസ്കരിച്ചിരിക്കുന്നത്? വീടിൻ്റെ പിൻഭാഗത്ത്, ഒലിവ് തോട്ടം അവസാനിക്കുന്ന ആ പാറയുടെ അടുത്ത് മാന്യമായ കല്ലറ. ദയവായി എന്നെ അവിടേക്ക് കൊണ്ടുപോകാമോ? മേരി, ധൈര്യമായിരിക്കൂ. നിന്റെ ഭർത്താവിന് ഇപ്പോൾ ആനന്ദമാണ്. കാരണം മക്കളെല്ലാവരെയും നിന്റെ മടിയിലുള്ളതായി അവൻ കാണുന്നു. നീ ഇവിടെ നിന്നുകൊള്ളുക. ഞാൻ സൈമൻ്റെ കൂടെ പോവുകയാണ്. ജോസഫ്, സമാധാനമായിരിക്കൂ. നിന്റെ പിതാവിനോട് പറഞ്ഞത് തന്നെ ഞാൻ നിന്നോടും പറയുന്നു. എനിക്ക് നിന്നോടൊരു പിണക്കവുമില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് എന്നെ ആവശ്യമുള്ളപ്പോൾ വിളിച്ചാൽ മതി. ഞാൻ വന്ന് നിന്നോടൊപ്പം വിലാപം നടത്താം. ദൈവം നിന്നോട് കൂടെ. ഈശോ സൈമണോടൊപ്പം പുറത്തേക്ക് പോകുന്നു. അപ്പസ്തോലന്മാർ ജിജ്ഞാസയോടെ അവരെ നോക്കുന്നു. എന്നാൽ അവർ വളരെ യോജിപ്പിലും സ്നേഹത്തിലുമായിരിക്കുന്നു എന്ന് കണ്ട് സന്തോഷിക്കുന്നു. നിങ്ങളും വരുന്നോ? ഇവർ എൻ്റെ ശിഷ്യരാണ്. സൈമൺ, അവർക്കും നിങ്ങളുടെ പിതാവിനെ വണങ്ങണമെന്ന ആഗ്രഹമുണ്ട്. നമുക്ക് പോകാം. അവർ ഒലിവ് തോട്ടത്തിലൂടെ നടക്കുന്നു. ദർശനം അവസാനിക്കുന്നു. ഈശോ പറയുന്നു, 1944 ഫെബ്രുവരി 13 നൽകിയ മൂന്നാമത്തേതും നാലാമത്തേതുമായ ദർശനങ്ങൾ ഇവിടെ ചേർക്കുക. നീ കാണുന്നത് പോലെ സൈമൺ ഷാഠ്യക്കുറവുള്ളവനായിരുന്നു. പൂർണ്ണമായിട്ടല്ലെങ്കിലും പരിശുദ്ധമായ ശുഷ്കാന്തിയോടെ നീതിക്ക് കുറെയെല്ലാം വഴങ്ങി. അൽഫേസിൻ്റെ മരണത്തിൻ്റെ അവസരത്തിൽ നമ്മൾ കണ്ടതല്ലാതെ അവൻ എൻ്റെ ശിഷ്യനായില്ല. നിങ്ങളുടെ ആത്മീയതയിൽ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ വിളിച്ചതുപോലെ ഒരപ്പസ്തോലനാകുകയെ ചെയ്തിട്ടില്ല. വിരോധമില്ലാത്ത കാണികളിൽ ഒരാൾ മാത്രമായിരുന്നു. അവൻ സ്വന്തം അമ്മയുടെയും എൻ്റെ അമ്മയുടെയും രക്ഷകർത്താവായിരുന്നു. ആളുകളുടെ പരിഹാസത്തിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ എന്നെ മാനസിക അസ്വസ്ഥമുള്ളവൻ എന്ന് വിളിച്ചവരോട് ചെറുത്തു നിൽക്കാനുള്ള തൻ്റെ ഇടമുണ്ടായിരുന്നില്ല. മാനുഷികതയാണ് അവനിൽ കൂടുതലായി ഉണ്ടായിരുന്നത്. അതിനാൽ എന്നെക്കുറിച്ച് ലജ്ജയുണ്ടായിരുന്നു. കുടുംബത്തിന് ആപത്ത് വരുമോ എന്ന് ഉത്കണ്ഠയുണ്ടായിരുന്നു. വിഭാഗീയ ചിന്ത കൂടാതെയുള്ള ഈശോയുടെ പ്രവർത്തനം ആപത്താകുമെന്ന് ചിന്തിച്ചു.
എന്നാൽ അവൻ ശരിയായ പാതയിലാണിപ്പോൾ. എൻ്റെ ബലിക്ക് ശേഷം ആ പാതയിലൂടെ കൂടുതൽ നിശ്ചയദാർഢ്യത്തോടെ അവൻ നീങ്ങി. അവസാനം എന്നിലുള്ള വിശ്വാസം രക്തം ചിന്തിക്കൊണ്ട് ഏറ്റുപറഞ്ഞു. പ്രസാദപരം ചിലപ്പോൾ നിമിഷനേരം കൊണ്ട് പ്രവർത്തിക്കുന്നു, എന്നാൽ നീതിയുള്ളവരാകാൻ ആരാഗ്രഹിക്കുന്നുവോ അവരിലെല്ലാം അതെപ്പോഴും പ്രവർത്തിക്കുന്നു. നീ സമാധാനത്തിൽ പോകുക, നിന്റെ ദുഃഖങ്ങളിൽ സമാധാനമുള്ളവളായിരിക്കുക. ഉയിർപ്പ് തിരുനാളിന് ഒരുക്കമായിട്ടുള്ള കാലം ആരംഭിക്കുകയാണ്. നീ എൻ്റെ പേർക്ക് കുരിശ് ചുമക്കണം. ഈശോയുടെ കുരിശിൻ്റെ പേരിൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു.